ടീ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 3/4 ഗ്ലാസ് പഞ്ചസാര, 2 മുട്ട, ഇത് രണ്ടും കൂടി ഒന്നിച്ച് യോജിപ്പിക്കാം. ഇതിനെ ഒരു പാത്രത്തിൽ തിളച്ച വെള്ളത്തിൻ്റെ മേലോട്ട് വെച്ച് ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാര അലിയാൻ വേണ്ടി ഒന്നിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അലിയും പഞ്ചസാര ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെക്കാം. ഇനി ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 ഗ്ലാസ് മൈദപ്പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി അരിച്ച് ഇതിലേക്കിടാം. ഇനി ഇതിനെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുക. മൈദപ്പൊടിയും പഞ്ചസാരയും എടുത്ത അതേ ഗ്ലാസ്സിലാണ് 1/2 ഗ്ലാസ് പാലെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടിയിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഈ കലക്കി വെച്ച കൂട്ടിലേക്ക് ഇളം ചൂടോടെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മോൾഡിന് ഞാൻ കുറച്ച് ബട്ടർ തടവി വെച്ചതാണ്. ഇത് 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഒരു 35 മിനിറ്റ്സ് വേണ്ടി വരും ആകാൻ. ഇത് റെഡിയാകാൻ 40 മിനിറ്റ്സ് വേണ്ടി വന്നു എനിക്ക്. ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്കത് കട്ട് ചെയ്യാം. കേക്ക് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി അല്ലേ? Okay friends, thank you for watching. Bye bye.